ഹലോ ഹായ് കൂട്ടുകാരെ, അങ്ങനെ കല്യാണത്തിന് പോകാൻ റെഡി ആയിക്കുവാണ് കേട്ടോ. ഞാനും മോളും ചേട്ടനും മോനും ഉണ്ട്. ചേട്ടൻ പിന്നെ അങ്ങ് വന്നോളാന്ന് പറഞ്ഞ്. അപ്പോൾ ആ മോനെ അങ്ങനെയൊന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് മോനെ നന്നായിട്ട് എന്നെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ആ തലേന്ന് പോയി മുടിയൊക്കെ വെട്ടിയതാണ്, കുളമാക്കിയെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഞാനും വെട്ടിക്കൊടുത്തു. അങ്ങനെ അവനെ കിട്ടാത്തതുകൊണ്ട് അവനെ തന്നെ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ്. സിന്ധുജയുടെ ഹസ്ബൻഡാണ് ഓട്ടോയിട്ട് വരുന്നത്, കേട്ടുവണ്ണം കേട്ടോ. അപ്പോൾ തട്ടാമല രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വല്യച്ഛൻ്റെ മോളും പിന്നെ മോനും മരുമോളും കുഞ്ഞുമാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ ആയിരുന്നത്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ പോയി വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാട്ടോ. പിന്നെ ഉള്ളത് എങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടോ. അങ്ങനെ കല്യാണമൊക്കെ നല്ലോണം തന്നെ എടുത്തിട്ടുണ്ട്. ബാക്കിലാണെങ്കിലും ഞാൻ ഒരു ദിവസം സൂം ചെയ്തൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പെണ്ണ് ഇറങ്ങി. ആദ്യമേ മക്കളിങ്ങനെ താലമായിട്ട് വരും. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും ചേട്ടത്തിയൊക്കെ വന്ന് നമ്മൾ സദസ്സിനെ നോക്കി ഇങ്ങനെ തൊഴുവും കേട്ടോ. ചെറുക്കൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണ് മണ്ഡപത്തിലോട്ട് കയറാനായിട്ട്. അപ്പോൾ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെ എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. ചെറുക്കനും പെണ്ണും മണ്ഡപത്തിൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്യാമറക്കാർ മുമ്പിൽ വന്നാലും ചിലപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ലോ എന്ന് സങ്കടത്തിരുന്നതാട്ടോ. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യമൊക്കെ കിട്ടിയത്. ആ പെണ്ണ് മാലയിടുന്നു. പിന്നെ ഇപ്പം പെണ്ണ് ഇപ്പുറത്ത് വരും, ചെറുക്കൻ അവിടെ നിന്നാണ് ഇനി മാലയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം നന്നായിട്ട് കിട്ടി, കുഴപ്പമില്ല. സൈഡാണെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ നേരെ വരുമ്പോൾ ഈ എന്താ പറയുന്നത്, ക്യാമറക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നന്നായിട്ട് ഫോട്ടോ കിട്ടണമല്ലോ. അപ്പോൾ താലികെട്ടൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ നല്ല കുരവീടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുക്കന്മാരെ കൂട്ടുകാരന്മാരെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ മൊത്തത്തിൽ സൗണ്ട് ഇട്ടപ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് അടിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ എൻ്റെ വോയിസ് കൊടുത്തിട്ട് ഇടുവാണ്. അങ്ങനെ ആ താലികെട്ടൊക്കെ കഴിഞ്ഞു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവളെ സാരി കാണാൻ നല്ല രസമായിരുന്നു. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു കളറും നല്ല കോമ്പിനേഷനായിരുന്നു, റെഡുമായിട്ട് ചേർന്നിട്ടേ. അങ്ങനെ ആ താലി കെട്ടി. ആദ്യമേ തന്നെ മഞ്ഞച്ചരടിലാണ് താലി ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ മാല ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ അവിടെ മോനാണ് കേട്ടോ, എൻ്റെ ആങ്ങളുടെ മോനാണ് ചെറുക്കന് മാല ഇട്ട് കൊടുത്തത്. പിന്നെ അമ്മയും ഒക്കെ വന്ന് വിളക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കത്തിയൊക്കെ വെച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവരുടെ തിരക്കല്ലേ, ഫോട്ടോ എടുപ്പും. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. ആദ്യമേ തന്നെ ഒരു ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ 2 ഊണ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചെറുക്കനെ കൊണ്ട് ഒപ്പിടിനിക്കൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള ചടങ്ങൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്ന് ഫുഡ് കഴിക്കാനുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം കത്തി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് വന്നത്. അപ്പോൾ മോനിങ്ങനെ വീഡിയോ താല്പര്യമില്ലാത്തതുകൊണ്ട് കേട്ടോ, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നത് അവന് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിലൊന്നും മോനെ കാണാത്തത് കേട്ടോ. അങ്ങനെ ആ പഴം വന്നു. പിന്നെ അവർ രണ്ടുപേരുടെ ഫോട്ടോ വെച്ച് മുട്ടായി വന്നു. പിന്നെ എൻ്റെ ബാക്കിൽ വല്യച്ഛൻ്റെ മക്കൾ ഞങ്ങൾ കണ്ടില്ല കേട്ടോ, വന്നിരുന്നപ്പോഴാണ് കണ്ടത്. എല്ലാവരും ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നതെന്ന്. അങ്ങനെ മോനോട് ഹായൊക്കെ പറയാൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞേക്കാൻ ഞാൻ എടുത്തു വെച്ചു, ഏതാ കോപ്പിറൈറ്റ് അടിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ ഫുള്ള് സൗണ്ടും കളഞ്ഞു കേട്ടോ. നമുക്കങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടല്ലേ. അപ്പോൾ പച്ചടി കിച്ചടി, പിന്നെ അവിയൽ, അച്ചാറ്, തോരൻ. അപ്പം ഞാൻ സദ്യ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഞാൻ കഴിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ മീനും ഇറച്ചിയും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്കിതുപോലത്തെ ഭക്ഷണമാണ് ഇഷ്ടം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുന്നത്, ചോറ് വന്നു, പരിപ്പ് വന്നു, പപ്പടം, അങ്ങനെയുള്ള ഐറ്റം. ഞാൻ പിന്നെ മാങ്ങാച്ചാറും പരിപ്പും കൂട്ടിയാണ് ഞാൻ ഫസ്റ്റിൽ ചോറ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, പരിപ്പും മാങ്ങാച്ചാറും കൂടി ചോദിക്കുക. അപ്പോൾ അവരൊക്കെ അത് കഴിക്കാൻ തുടങ്ങിയില്ല, എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം കുറച്ച് നേരം പിന്നെ കഴിച്ചിട്ട് കഴിഞ്ഞാണ് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഞാൻ മോളോട് പറയാം, മോളെ കഴിക്കൂ, ഇങ്ങനെ മുകളിലോട്ട് നോക്കിയത് കഴിക്കൂ. അവൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ഇങ്ങനെ ഒതുക്കിയൊക്കെ കഴിച്ചോളൂ. അങ്ങനെ ഇതിൽ ചേച്ചിയുടെ മോൾ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പായസം വന്നു, അടപ്പായസവും പിന്നെ ബ്രഹ്മസലിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാം ഉണ്ടോ നല്ല ഫുള്ള് ക്ലീനായിട്ട്. എൻ്റെ മകളുടെ അങ്ങനെ തന്നെയാണ്, മോൾക്ക് ഇങ്ങനെയുള്ള സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കേ, ബൈ.